നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു നെല്ലിക്ക ചമ്മന്തിയാണ്. അത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമുക്ക് പുറത്തന്നെ വെച്ചാലും കേടുകൂടാതെ ഇരിക്കും. ഇത് ചോറിൻ്റെയും ഇഡ്ലിയുടെയും ദോശയുടെയും എല്ലാറ്റിൻ്റെയും കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. പക്ഷേ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ ചമ്മന്തി മാത്രം മതി, വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറിന്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഈ നെല്ലിക്ക ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ നേരെ തുടച്ചെടുത്തിട്ടുണ്ട്. തീരെ വെള്ളം പാടില്ല, അപ്പോൾ വെള്ളമൊക്കെ നേരെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15ഓളം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ പോണയാണ്, അതൊരു 8 വെളുത്തുള്ളി അല്ലിയാണ് വലുതെടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 1 കുടം വെളുത്തുള്ളി അല്ലി എടുത്തോളൂ. ഇത് കഷ്ടി ഒരു കുടം വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതലായാലും കുഴപ്പമില്ല. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ കഴുകി തുടച്ച് വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. കുറേ ദിവസം കേടുകൂടാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം. നല്ലെണ്ണയാകുമ്പോഴാണ് കേടാകാതിരിക്കുള്ളൂ. പിന്നെ നെല്ലിക്ക നന്നായിട്ട് വഴന്ന് കിട്ടണം. ആ നെല്ലിക്കയൊക്കെ ഒരുവിധം നന്നായിട്ട് വേവുന്നത് വരെ, അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റിയെടുക്കണില്ലേ, അതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നെല്ലിക്കയ്ക്ക് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക എല്ലാം ഈ പ്ലേറ്റിലേക്കൊന്ന് കോരി മാറ്റാം. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഈ നെല്ലിക്ക നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. പിന്നെ നമ്മൾ ഈ നെല്ലിക്ക വറുത്ത സെയിം എണ്ണയിൽ തന്നെ ഞാനിവിടെ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മുളകിന് അധികം എരിവുമില്ല. വലിയ മുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 4ഓ 5ഓ വറ്റൽമുളക് എടുത്താൽ മതി. ഈ മുളകും കൂടി ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവുകയുള്ളൂ. ഇപ്പം മുളകൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് മൂത്താൽ മതി. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നെല്ലിക്കയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. ആ കുരു മാറ്റിയിട്ട് ഓരോരോ അല്ലികളാക്കിയിട്ടൊന്ന് അടർത്തിയെടുക്കുക. നിങ്ങൾക്ക് കത്തി വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ കത്തി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇത് അടർത്തിയെടുക്കാൻ പറ്റും, കാരണം നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നെല്ലിക്കയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കുരു മാറ്റിയിട്ട് അടർത്തി മാറ്റാം. ഇപ്പം ഞാൻ എല്ലാം ആ കുരുവൊക്കെ കളഞ്ഞിട്ട് ഓരോരോ അല്ലികളാക്കിയിട്ട് അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിലുള്ള ബാക്കി എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ കുറച്ച് കൂടുതലായാലും യാതൊരു കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച കറിവേപ്പില 2 തണ്ടല്ലോ, അത് ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച ചെറിയ ഉള്ളി ഒന്ന് നീളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയിൽ ഒന്ന് നീളത്തിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് സോഫ്റ്റ് ആയാലൊന്നും പോരാ, ആ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി നല്ല ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. കാരണം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. കറിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ, കുരു അടർത്തി മാറ്റി നെല്ലിക്ക ഉണ്ടല്ലോ, ആ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ വഴറ്റിയിട്ടല്ലേ നെല്ലിക്ക അല്ലി അടർത്തി മാറ്റിയത്, അല്ലാതെ കത്തികൊണ്ട് മുറിച്ചിട്ട് വഴറ്റിയെടുത്താലും മതി. പക്ഷേ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തതാണ് കുറച്ചുകൂടി ഈസി. നെല്ലിക്ക വഴറ്റിക്കഴിഞ്ഞാൽ കുരു അടർത്തി മാറ്റാൻ നല്ല എളുപ്പമാണ്. ഇപ്പം നെല്ലിക്കയ്ക്ക് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളിയാണ്. ആ പുളി ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് ഇതിലേക്ക് വിട്ടിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പുളി അത്യാവശ്യം ചേർക്കണം, കാരണം നെല്ലിക്കയിൽ പുളി ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഈ പുളി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു വലിയൊരു നെല്ലിക്കേനേക്കാട്ടിലും കൂടുതൽ വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഇതെല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയും തൂവി കൊടുക്കുക. ഒരു 3 പിഞ്ചൊക്കെ കഷ്ടിയൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ മുളക് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളക് കൂടുതൽ ചേർത്താലും മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇടുമ്പോൾ നമുക്ക് എരിവും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും ചമ്മന്തിക്ക്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വിത്തൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വഴറ്റി വെച്ച നെല്ലിക്കയും മുളകൊക്കെ പാടെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സിയിൽ മുഴുക്കിട്ടപ്പോഴേ ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുകൊണ്ട് കുറച്ച് ഞാൻ നെല്ലിക്ക മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി എടുത്തിട്ടാണ് ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇപ്പം ഇത് നേരെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ഈ ജാറിൽ തന്നെ ഇട്ട് അരച്ചാലാണ് ഉപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുള്ളൂ. ഇട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്തതുകൊണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി പകുതിയെല്ലാം എടുത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ. ആ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് അരച്ചെടുക്കും. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഒരു ജാറിലാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളമാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചമ്മന്തി അരച്ചതിന് ശേഷം പാനിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ ചമ്മന്തി പെട്ടെന്ന് നാശമായി പോവുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഡ്ലിയുടെയും ദോശയുടെയും ചോറിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.